വൈജയുടെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ സ്റ്റാലിനുമായി ബാലചന്ദ്രൻ എത്തുന്നു. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല, വിരോധവുമില്ല. കാരണം നിങ്ങളും എൻ്റെ മാതിരി ചതിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. ഞാൻ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് വിളിച്ചതല്ല വിട്ടിയെന്ന്. ആ സാഹചര്യം അങ്ങനെ വന്നപ്പോൾ എൻ്റെ നാവൊന്ന് ഇടറിയതാണ് എന്ന് പറയുമ്പോൾ അതിന് കുഴപ്പമില്ല മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ തുടരുകയാണ്. നിങ്ങളുടെ മകളെ ഏൽപ്പിക്കാനുള്ള കടമ ഉത്തരവാദിത്വവുമായാണ് ഞാൻ വന്നത്. അവൾക്ക് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ പഴയ കാമുകിയ വൈജയന്തി ഉണ്ടല്ലോ, അവൾ യാതൊരു സ്വസ്ഥതയോ കാര്യങ്ങളോ നൽകുന്നില്ല. അതുകൊണ്ട് അവൾക്ക് സ്വസ്ഥത കിട്ടുന്ന ഒരു സ്ഥലം നോക്കി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ അവളെ ഇവിടെ നിർത്തുകയാണെങ്കിൽ, അവളിവിടെ സുരക്ഷിതയാണെങ്കിൽ ഇവിടെ നിർത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട സ്റ്റാലിനാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം അതിന് സമ്മതിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ പെൺകുട്ടിക്ക്, അതായത് തൻ്റെ മകൾക്ക് ഇവിടെ നിൽക്കാൻ സമ്മതമാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ബാലചന്ദ്രനാണെങ്കിൽ അതൊക്കെ നിന്നോളും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരികയല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും വരണം. വൈജയന്തിക്ക് ഒരുപാട് അഹങ്കാരമുണ്ട്, അതിനൊക്കെ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാവൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നു. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെയും കൊണ്ട് വൈജയുടെ മുൻപിൽ വൈജയന്തിയുടെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകാൻ എത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ